അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وأنفعنا ما علمتنا وزدنا علما. പ്രിയമുള്ള സഹോദരികളെ, പഠിതാക്കളെ, ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ എന്ന ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ലയുടെ ഗ്രന്ഥത്തിലെ അദ്ദർസുസ്സാദിസ് 6ാമത്തെ ചാപ്റ്ററാണ് ഇൻഷാ അല്ലാഹ് നമ്മളെടുക്കാൻ പോകുന്നത്. 5 പാഠഭാഗങ്ങൾ വ്യത്യസ്ത എപ്പിസോഡുകളിലൂടെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ തംരീനാത്തുകൾ മനസ്സിലാക്കി എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അറബി ഭാഷയിൽ വിവിധങ്ങളായ കെലിമത്തുകളെ, വേർഡ്സുകളെ ഉപയോഗപ്പെടുത്തി ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ തീർച്ചയായും നമുക്ക് കഴിയുന്നുണ്ടാകും. ആ രൂപത്തിലൂടെയാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് സഹായകമാകുന്ന രൂപത്തിലാണ് ഈ ടെക്സ്റ്റ് നമ്മൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഇനി ടെക്സ്റ്റിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് തുടങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഹാദ എന്ന ഒരു ഭാഗം പരാമർശിച്ചുകൊണ്ടാണ്. ഹാദ എന്നതാണ് തുടങ്ങിയത്. അതിൻ്റെ അർത്ഥം അന്ന് നമ്മൾ അവിടെ പറയുണ്ടായി, നമ്മളത് വിശദീകരിച്ചിരുന്നു. ഹാദ എന്നുള്ളത് ഉപയോഗിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആൺവിഭാഗത്തെ, പുല്ലിംഗ വിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇത് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാദ കലം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ പെൻ, ഇതൊരു പേനയാകുന്നു. ഹാദ ബൈത്തുൻ, ഇതൊരു വീടാകുന്നു. ദിസ് ഈസ് എ ഹൗസ് എന്നിങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടെ നിന്നങ്ങോട്ട് പെൺവിഭാഗത്തെ ചൂണ്ടിയിട്ട് ഇത് എന്ന് പറയാൻ എന്താണ് ഉപയോഗിക്കുക, അതിൻ്റെ ശൈലിയാണ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റിലേക്ക് ശ്രദ്ധിക്കുക. ആദ്യം ഇതൊന്ന് നമ്മൾ വായിക്കുകയാണ്, തുടർന്ന് നമുക്കതിൻ്റെ വിശദീകരണങ്ങൾ പറയാം. ഹാദിഹി, വായിക്കുന്നത് ഹാദിഹി എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടാകും. നമ്മൾ വായനയുടെ അതേ രീതിയിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം. ഹാ എന്നെഴുതുമ്പോൾ ഹാ ഇങ്ങനെയാണ് എഴുതുക. എന്നിട്ടോ ഹാദിഹി ഇങ്ങനെ എഴുതണം. ഇത് ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, അല്ലേ? ഇത് പാടില്ല, ഇങ്ങനെ എഴുതാൻ പാടില്ല. പിന്നെ എങ്ങനെ എഴുതണം? എഴുതേണ്ട രീതിയാണ് ഇതിൻ്റെ തുടക്ക ഭാഗത്ത് കൊടുത്തത് തന്നെ. നമുക്ക് എങ്ങനെയാണിത് എഴുതുക എന്നുള്ളത് നോക്കൂ. ശരിക്കും ഹദിഹി, ഹദിഹി എന്നാണിത് വായിക്കുക. പക്ഷേ ഇത് ഇങ്ങനെ ഹദിഹി എന്നെഴുതി അതിൻ്റെ ഒരു ചെറിയൊരു അലിഫ്, അവിടെ അലിഫ് സഗീറ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ കണ്ടില്ലേ, ഒരു അലിഫ്, വളരെ ചെറിയൊരു അലിഫ് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടത് കാണില്ല. നമുക്ക് തുടക്കക്കാരായ നമുക്ക് ഇവിടെ അത് വായിക്കേണ്ടത് ഹാ ഒരല്പം ദീർഘിപ്പിച്ചുകൊണ്ട് വായിക്കണം എന്നതിലേക്കുള്ള സൂചനയാണ്. അപ്പോൾ എങ്ങനെ വായിക്കും? ഹാദിഹി. ഇത് വായിക്കേണ്ടത് ഹാദിഹി എന്നതാണ്. ഇത് എഴുതേണ്ട രീതി നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു. അപ്പോൾ ഹാദിഹി, ഹദിഹി എന്ന് എഴുതി ഹാദിഹി എന്ന് വായിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക,
മനസ്സിലാക്കാൻ വേണ്ടി ആ രൂപത്തിലൂടെ പറയാം. ശരി, വായനയുടെ രീതിയാണ് ഹാദ ബിനു ഹാമിദിൻ വഹാദിഹി ബിൻതു യാസിരിൻ. വായിക്കേണ്ട രീതി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഭാഗമാണ് അല്ലേ. ഹാദ ബിനു, ഇവിടെ കണ്ടില്ലേ അലിഫിൻ്റെ മുകളിലൊരു ചെറിയ സ്വാദ് അല്ലേ, അതെന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഹംസത്തുൽ വസുൽ. അപ്പോൾ ഹാദ ബിനു ഹാമിദിൻ അങ്ങനെയാണ് വായിക്കേണ്ടത്. ഹാദ ബിനു ഹാമിദിൻ വഹാദിഹി ബിൻതു യാസിരിൻ, വഹാദിഹി ബിൻതു യാസിരിൻ. അടുത്തത് ഇബ്നു ഹാമിദിൻ ജാലിസുൻ വബിൻതു യാസിരിൻ വാഖിഫത്തുൻ. ക്ലിയർ. എന്തുകൊണ്ട് ഹർക്കത്തിട്ടില്ല ഇവിടെ ഒന്നും? ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് ഹർക്കത്തിടാത്തത്? ഇതിൻ്റെയൊക്കെ ഹർക്കത്തിടേണ്ട ഭാഗം നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. മുലാഫ്, മുലാഫുൻ ഇലൈഹി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ അത് കൊടുത്തു. ഇബ്നു ഹാമിദിൻ ജാലിസുൻ വബിൻതു യാസിരിൻ വാഖിഫത്തുൻ. നമ്മളത് വിശദീകരിക്കും, അർത്ഥം പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് മനസ്സിലാകും. ശരി, മൻ ഹാദിഹി ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി, ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി, ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി. അടുത്തത് അഹിയ ഐലൻ മുഹന്ദിസത്തുൻ, അഹിയ ഐലൻ മുഹന്ദിസത്തുൻ. അഹിയ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ, ഓർമ്മയുണ്ടോ? ഈ പ്രയോഗം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്, ചോദ്യത്തിന് വേണ്ടിയിട്ട് അല്ലേ. അഹിയ ഐലൻ മുഹന്ദിസത്തുൻ, ല കോമയിട്ട് ഹിയ തൊബീബത്തുൻ, ല ഹിയ തൊബീബത്തുൻ. വായനയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നെക്സ്റ്റ് സയ്യാറത്തു മൻ ഹാദിഹി, സയ്യാറത്തു മൻ ഹാദിഹി, ഹാദിഹി സയ്യാറത്തുൽ മുദീരി, ഹാദിഹി സയ്യാറത്തുൽ മുദീരി, ഹാദിഹി സയ്യാറത്തുൽ മുദീരി. യെസ്, നമുക്കറിയാവുന്ന വാക്കുകൾ, പരിചയമില്ലാത്തൊന്നും ഇതിൽ വന്നിട്ടില്ല ഇതുവരെ. ഇനി അതാ വരുന്നു. മാ ഹാദിഹി, മാ ഹാദിഹി, അതിൻ്റെ നേരെ കൊടുത്തത് എന്താണ്? ഹാദിഹി മിഖ്വാത്തുൻ, ഹാദിഹി മിഖ്വാത്തുൻ, ഹാദിഹി മിഖ്വാത്ത്. മിഖ്വാത്ത് എന്നുള്ളത് നേരെ കൊടുത്തിട്ടുണ്ട്, എന്താണ് മിഖ്വാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, അടുത്തത് ഇത്രയും മതി നമുക്ക്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ഭാഗമായിട്ട് വിശദീകരിക്കാം. ഇനി ഇതിൻ്റെ അർത്ഥമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ അർത്ഥവും അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങളും പറയുമ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കാൻ കഴിയണം. പരീക്ഷ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഭാഗമായി വരുമ്പോൾ തീർച്ചയായും സെൻറ്റൻസുകൾ, മലയാള സെൻറ്റൻസുകൾ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ സെൻറ്റൻസുകൾ തന്ന് അത് അറബിയിലേക്ക് മാറ്റുവാനും അറബിയിൽ സെൻറ്റൻസുകൾ തന്ന് അത് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യാനും തീർച്ചയായും ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ ഓരോ ചാപ്റ്ററുകൾ കഴിയുമ്പോഴും പുതിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് ഭാഷ മനസ്സിലാകുന്നുണ്ട്, അത് പ്രയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ശരി, നമുക്ക് വായിക്കാം. ഒന്നാമത്തതിൻ്റെ അർത്ഥമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഹാദ ഇബ്നു ഹാമിദിൻ. ശരിയാണോ വായിച്ചത്? അല്ല, അങ്ങനെ വായിക്കാൻ പാടില്ല. എങ്ങനെയാണ് വായിക്കേണ്ടത്? തീർച്ചയായിട്ടും ഹാദ ഇബ്നു ഹാമിദിൻ, ഹാദ ഇബ്നു ഹാമിദിൻ. അപ്പോൾ ഹാദ ഇബ്നു, ഞാൻ ആദ്യം തെറ്റായ ഒരു വായന വായിച്ചു, അത് വീണ്ടും ഇങ്ങനെ തിരുത്തുകയാണ്. കാരണം അത് നമ്മിൽ നിന്നും അത്തരം പ്രയോഗങ്ങൾ വരാതിരിക്കാൻ. ഹാദ ഇബ്നു, ഹാദ ഇബ്നു ഹാമിദിൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് ഹാമിദിൻ്റെ മകനാണ്. ഹാദ ഇബ്നു ഹാമിദിൻ, ഇത് ഹാമിദിൻ്റെ മകനാണ്. അപ്പോൾ ഹാമിദിൻ്റെ എന്നർത്ഥം കിട്ടാൻ, കണ്ടോ, ഹാമിദിൻ്റെ എന്നർത്ഥം കിട്ടാൻ ഇവിടെ എന്ത് ചെയ്തു? ഹാമിദിന്
ജറ് കൊടുത്തു അഥവാ കെസറ് കൊടുത്തു, കസ്റത്തൈൻ അല്ലെ 2 കസ്റ് കൊടുത്തു, തൻവീനുള്ള കസ്റ് കൊടുത്തു എന്നൊക്കെ പറയാം നമുക്ക്. ഹാമിദിൻ്റെ മകൻ, അപ്പോൾ ഹാദബിനു ഹാമിദിൻ, ഹാമിദിൻ്റെ മകനാണിത്. വ, ആ വാവിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ? ഈ വാവിന് എന്താണ് അർത്ഥം? ആൻഡ്, ആൻഡ് ഇംഗ്ലീഷിലെ ആൻഡ് അല്ലേ. വഹാദിഹി ബിൻതു യാസിറിൻ, ഇത് യാസിറിൻ്റെ മകളാണ്. വഹാദിഹി ബിൻതു യാസിറിൻ, വഹാദിഹി ബിൻതു യാസിർ. ഈ ഹാദിഹി എന്നുള്ളത് ഈ ടെക്സ്റ്റിലെ ആദ്യത്തെ പ്രയോഗമാണ്. ആദ്യമായിട്ട് നമ്മളത് പരിചയപ്പെടാം. അപ്പോൾ ഹാദിഹി എന്ന് പറഞ്ഞാൽ നേരത്തെ ഹെഡിങ് വിശദീകരിച്ചപ്പോൾ നമ്മളത് പറഞ്ഞു. ഹാദിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പെൺവിഭാഗത്തെ സൂചിപ്പിക്കാൻ, അടുത്തുള്ള പെൺവിഭാഗത്തെ, സ്ത്രീലിംഗ വിഭാഗത്തെ അറിയിക്കാനാണ് ഹാദിഹി എന്ന് ഉപയോഗിക്കാം. ദിസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹാദിഹി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ബിൻതു യാസിറിൻ, യാസിറിൻ്റെ മകളാണ്. അപ്പോൾ ഹാദിഹി ബിൻതു യാസിറിൻ, യാസിറിൻ്റെ മകളാണിത്. ബിൻത്ത് എന്താണ്? മകൾ. ഇബ്ന് അതിൻ്റെ മുഅന്നസാണ് ബിൻത്ത്. യാസിറിൻ്റെ, അപ്പോൾ യാസിറിൻ്റെ എന്നർത്ഥം കിട്ടാനും യാസിറിന് എന്ത് കൊടുത്തു അവിടെ? ശ്രദ്ധിച്ചില്ലേ? എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? അവിടെ കൊടുത്തത് തൻവീൻ, കസ്റു തൻവീൻ കൊടുത്തു. യാസിറിൻ്റെ മകൾ. ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ ഈ സെൻറ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഉണ്ടാക്കാൻ കഴിയണം. ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ്. നമുക്ക് പറയാൻ കഴിയണം ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ്. എങ്ങനെയാണ് പറയുക എന്ന് പറഞ്ഞു നോക്കൂ. ഹാദാ റസൂലുല്ലാഹി എന്ന് പറയാൻ കഴിയണം. ഇത് മാജിദിൻ്റെ മകനാണെന്ന് എങ്ങനെ പറയാം? ഹാദബിനു മാജിദിൻ, ഹാദബിനു മാജിദിൻ. ഇത് മാജിദിൻ്റെ, ഇത് സലീമിൻ്റെ കുട്ടിയാണെന്ന് എങ്ങനെ പറയാം? ഹാദാ വലതു സലീമിൻ, ഹാദാ വലതു സലീമിൻ. ഇത് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു, സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇനി നമുക്കൊരു പെൺവിഭാഗത്തെയാണ് എന്ത് ചെയ്യേണ്ടത്? അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒരു പെൺവിഭാഗത്തെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത് എങ്കിലോ, അപ്പോൾ നമ്മളവിടെ എന്ത് ഉപയോഗിക്കണം? ഹാദിഹി എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വഹാദിഹി ബിൻതു മാജിദിൻ, ഇത് മാജിദിൻ്റെ മകളാണ്. വഹാദിഹി സൗജത്തു സലീമിൻ, ഇത് സലീമിൻ്റെ ഭാര്യയാണ്. വഹാദിഹി ഫാത്തിമത്തു, വഹാദിഹി ഫാത്തിമത്തു മുഹമ്മദിൻ, ഇത് മുഹമ്മദിൻ്റെ ഫാത്തിമയാണ്. അപ്പോൾ ഹാദിഹി എന്നുള്ളത് നമ്മളെന്ത് ചെയ്യും? ശരിക്കും ഈ പാഠഭാഗത്ത് ശരിക്കും മനസ്സിരുത്തി ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമാണ്. കാരണം ഈ ടെക്സ്റ്റിലെ, ഈ പാഠഭാഗത്തിലെ പ്രസക്തമായും നമ്മൾ പഠിക്കേണ്ട ഭാഗം. ശരി, രണ്ടാമത്തെ വരിയിലേക്ക് നോക്കൂ. ഇബ്നു ഹാമിദിൻ ജാലിസുൻ, പിന്നെ കൊടുത്തില്ലല്ലേ? മുകളിൽ ഹാമിദിൻ എന്ന് ഹർക്കത്തിട്ട് കൊടുത്തു. അതെന്താണ്? നമ്മൾ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താനായിരുന്നു. പിന്നെന്ത് ചെയ്തില്ല? ആ നിയമം പഠിച്ച് നമ്മളെന്ത് ചെയ്യണം? ഇനി ഇവിടെ എങ്ങനെ വായിക്കണം? ഇബ്നു ഹാമിദുൻ വായിക്കാൻ പറ്റുമോ? ഇല്ല. ഇബ്നു ഹാമിദൻ വായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ ആശയം? എന്താണ്? ഹാമിദിൻ്റെ മകൻ. അപ്പോൾ എങ്ങനെ വായിക്കും? ഇബ്നു ഹാമിദിൻ. അവിടെ കൊടുക്കേണ്ടത് ഹാമിദിൻ്റെ എന്നർത്ഥം വേണമെങ്കിൽ ഇബ്നു ഹാമിദിൻ എന്ന് വായിക്കണം. ശരി, ജാലിസുൻ, ഹാമിദിൻ്റെ മകൻ ജാലിസുൻ ഇരിക്കുകയാണ്. ജാലിസുൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൻ, സിറ്റിംഗ്. അടുത്തതോ വബിൻതു യാസിറിൻ, ഉണ്ടോ? മുകളിൽ കൊടുത്തു, യാസിറിൻ്റെ ഹർക്കത്ത് കൊടുത്തു. ഇനി നമ്മളിത് ഹർക്കത്ത് ഇടേണ്ട ആവശ്യമില്ല, പഠിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണ് വബിൻതു യാസിറിൻ വാഖിഫത്തുൻ, യാസിറിൻ്റെ മകൾ വാഖിഫത്തുൻ നിൽക്കുകയാണ്. എന്താണ്? സ്റ്റാൻഡിങ്. വാഖിഫത്തുൻ സ്റ്റാൻഡിങ്, നിൽക്കുകയാണ്. അപ്പോൾ ജാലിസുൻ ഇരിക്കുന്നവൻ, വാഖിഫത്തുൻ നിൽക്കുന്നവൾ. ശരി, അപ്പോൾ ആ ഭാഗം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കണം. മൻഹാദിഹി, അടുത്ത് നോക്കൂ. തൊട്ട് മുകളിൽ എന്ത് ചെയ്തു? അതിൻ്റെ നേരെയുള്ള ഫോട്ടോയിലേക്ക് ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അല്ലേ? മൻഹാദിഹി, ഇതാരാണ്? അപ്പോൾ ഒരു പെണ്ണിനെ ചൂണ്ടിയിട്ട് നമ്മൾ ആരാണ് ചോദിക്കാൻ ഹാദിഹി എന്ന് ഉപയോഗിക്കണം. മൻഹാദിഹി, ഇതാരാണ്? ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി,
ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി. എന്താ അർത്ഥം? ഹാദിഹി ഇത് ഉഖ്തുൽ മുഹന്ദിസി എഞ്ചിനീയറുടെ സഹോദരിയാണ്. ഉഖ്തുൽ മുഹന്ദിസി. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ഹാമിദിൻ എന്ന് ഡബിൾ കൊടുത്തു അല്ലേ? ഡേ എന്നർത്ഥം കിട്ടാൻ എന്ത് ചെയ്തു? ഹാമിദിൻ ഉണ്ടാ രണ്ടെണ്ണം കൊടുത്തു. പക്ഷെ ഇവിടെ എന്താ വന്നത്? മുഹന്ദിസിൻ എന്ന് അല്ലേ കൊടുക്കേണ്ടിയിരുന്നത്? മുഹന്ദിസിൻ എന്ന് കൊടുക്കണ്ടേ? എന്തുകൊണ്ട് കൊടുത്തില്ല? കാരണം മുഹന്ദിസിനോടൊപ്പം അൽ വന്നു. അൽ വന്നാൽ അലിഫ്ലാം വന്നാൽ എന്ത് സംഭവിക്കും? തൻവീന് നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി എഞ്ചിനീയറുടെ മകളാണ്, എഞ്ചിനീയറുടെ സഹോദരിയാണ് അല്ലേ? ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി ഇത് എഞ്ചിനീയറുടെ സഹോദരിയാണ്. അടുത്തത് നോക്കൂ. അഹിയ ഐലൻ മുഹന്ദിസത്തുൻ. അഹിയ ഐലൻ ഉണ്ടോ? നമ്മൾ പഠിച്ചതാണ്. അഹിയ ഐലൻ അവളും ആണോ എന്നാണ് അല്ലേ? ഈസ് ഷീ ഓൾസോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിനാണ് അറബിയിൽ നമ്മൾ ഐലൻ എന്ന് പറയാം. അഹിയ ഐലൻ മുഹന്ദിസത്തുൻ അവളും എഞ്ചിനീയറാണോ? അവളും എഞ്ചിനീയറാണോ എങ്ങനെയാ പറയാ? അഹിയ ഐലൻ മുഹന്ദിസത്തുൻ അവളും എഞ്ചിനീയറാണോ? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? മറ്റു പ്രയോഗങ്ങൾ നടത്താൻ കഴിയണം. അവളും നേഴ്സാണോ എന്നിങ്ങനെ ചോദിക്കുക. അഹിയ ഐലൻ മുമരിലത്തുൻ അവളും അധ്യാപികയാണോ എന്നിങ്ങനെ ചോദിക്കുക. അഹിയ ഐലൻ മുദരിസത്തുൻ അവളും വിദ്യാർത്ഥിയാണോ എന്നിങ്ങനെ ചോദിക്കുക. അഹിയ ഐലൻ തോലിബത്തുൻ. ഇങ്ങനെ നമുക്ക് ഭാഷയിൽ പ്രയോഗങ്ങൾ നടത്താൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ ഭാഷ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയൂ. ശരി, അടുത്തത് ലാ എന്ന് കഴിഞ്ഞിട്ട് നോക്കൂ, ഒരു കോമ ഇട്ടു അല്ലേ? അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? ലാ കോമ ഇട്ടതിന് ശേഷം പറയുന്നു എന്ത്? എന്താ പറയുന്നത്? ഹിയ തൊബീബത്തുൻ ഷീ ഈസ് എ ഡോക്ടർ. അവൾ ഡോക്ടറാണ്. അവൾ എഞ്ചിനീയർ അല്ല. ഹിയ തൊബീബത്തുൻ അവൾ ഡോക്ടറാണ്. നെക്സ്റ്റ്, സയ്യാറത്തു മൻ ഹാദിഹി. എന്താണ്? ആരുടെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ആരുടേത് എന്നല്ലേ? അപ്പോൾ സയ്യാറത്തു മൻ ഹാദിഹി ഇതാരുടെ കാറാണ്? അപ്പോൾ സയ്യാറത്ത് സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതാണ് അല്ലേ? സയ്യാറത്ത് എന്നുള്ളത് സ്ത്രീ വിഭാഗത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയൽ എങ്ങനെയാണ്? ആണിനെയും പെണ്ണിനെ എങ്ങനെ അറബിയിൽ നമ്മൾ തിരിച്ചറിയാം? പെൺവിഭാഗത്തിൻ്റെ കൂടെ സാധാരണയായി എന്തുണ്ടാകും? ഈ ഹാത്താനെ നമുക്ക് കാണാൻ കഴിയും. ഹാത്ത അല്ലേ? എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എഴുതുന്നതിന് ഹാ എന്ന അക്ഷരം അതിൻ്റെ മുകളിൽ താഇൻ്റെ അടയാളം ഇട്ടതുകൊണ്ട് അതിന് നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു പ്രയോഗമാണിത്. താ ഉൽ മർബൂത്ത എന്നാണ് ഇതിന് പറയാം. താ ഉൽ മർബൂത്ത. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഉദ്ദേശിക്കുന്നത് ഇതുണ്ട് എങ്കിൽ, അഥവാ ഒന്നും കൂടെ പറയാം, ഈ ഇവിടെ കാണിച്ച ഈ താ ഉൽ മർബൂത്ത അത് പെണ്ണിനെ അറിയിക്കുന്നതാണ്. ഇവിടെ ഈ മുഹന്ദിസത്ത് എന്നതിലേക്ക് നോക്കൂ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെയും നമുക്ക് കാണാം അല്ലേ? ഇതൊക്കെ പെണ്ണിനെ അറിയിക്കുന്നതാണ്. അപ്പോൾ പിന്നെ എല്ലാത്തിനും ഈ ഒരു താ വേണോ? അല്ല, ചിലത് പെണ്ണ്, പിന്നെ താ ഇല്ലാതെ തന്നെ സ്പഷ്ടമാണ് എന്ത്? അത് പെണ്ണാണ്. ഇപ്പോൾ സൈനബു എന്ന് പറഞ്ഞാൽ അതിൽ താ ഇല്ലെങ്കിൽ നമുക്കറിയാം സൈനബ് സ്ത്രീയാണ് എന്നുള്ളത്. ഇങ്ങനെ ചില പ്രയോഗങ്ങളുണ്ടാകും. ശരി, നമുക്കെന്ത് ചെയ്യാം? ഇതിലേക്ക് തന്നെ വരാം. എന്താണ് പറഞ്ഞു വന്നത്? സയ്യാറത്തു മൻ ഹാദിഹി എന്ന് പറയുമ്പോൾ ഇതാരുടെ കാറാണ്? സയ്യാറത്ത് സ്ത്രീഭാഗമായതുകൊണ്ട് ഹാദിഹി എന്ന് പറഞ്ഞു. യെസ്, എന്താണ് അതിൻ്റെ ഉത്തരം? ഹാദിഹി സയ്യാറത്തുൽ മുദീരി. ഹാദിഹി സയ്യാറത്തുൽ മുദീരി ഇത് മുദീറിൻ്റെ കാറാണ്. മുദീറിൻ്റെ കാറാണിത് അല്ലേ? സയ്യാറത്തുൽ മുദീരി മുദീറിൻ്റെ കാറാണ്. മാ ഹാദിഹി
എന്താണ്? ഇതെന്താണ്? മാ ഹാദിഹി, ഇതെന്താണ്? ഹാദിഹി മിക്വാത്ത്, ഇത് ഹാദിഹി മിക്വാത്തുൻ, ഇത് അയൺ ബോക്സാണ്. ഇത് അയൺ ബോക്സാണ്. മിക്വാത്തുൻ പുതിയൊരു പ്രയോഗമാണ്. ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ് ഈ ടെക്സ്റ്റിൽ. ഒരു പക്ഷേ നേരത്തെ നമുക്കറിയാമായിരിക്കാം, പക്ഷേ ടെക്സ്റ്റിൽ ആദ്യമായി വന്ന ഒരു പ്രയോഗമാണിത്. മിക്വാത്ത്, ഇതെന്താണ്? ഇത് അയൺ ബോക്സാണ് എന്നർത്ഥം. ശരി, നമുക്കെന്ത് ചെയ്യാം? ഈ ഒരു ഭാഗം ഒന്നും കൂടെ നമുക്ക് ശരി നമുക്കെന്ത് ചെയ്യാം? ചില പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്കെന്ത് ചെയ്യാം? നോക്കാം. എന്താണ്? ഒന്ന്, ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എങ്കിൽ അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതുക. ശരി, ഹാദിഹി അല്ലെ? ഹാദിഹി എന്നത് പറഞ്ഞപ്പോൾ എന്തിനാണ് ഹാദിഹി എന്ന് പ്രയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ പറയുന്നത്, ഇത് അധ്യാപകൻ്റെ മകനാണ്. ഇത് അധ്യാപകൻ്റെ മകനാണ്. ഇത് ഡോക്ടറുടെ മകളാണ്. എങ്ങനെയായിരിക്കും നമ്മൾ പറയാം? ഇത് അധ്യാപകൻ്റെ മകനാണ്. ഇത് ഡോക്ടറുടെ മകളാണ്. ഡോക്ടർ എന്നുള്ളതിന് വാക്ക് നമ്മൾ പഠിച്ചു, മകൾ എന്നുള്ളതിനുള്ള വാക്ക് പഠിച്ചു, അധ്യാപകൻ എന്നുള്ളതിൻ്റെ വാക്കൊക്കെ നമുക്കറിയാം. ശരി, നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും ഇത് അധ്യാപകൻ്റെ മകനാണെന്ന് പറയാൻ ഹാദബുനു മുദർരിസിൻ, ഹാദബുനു മുദർരിസിൻ. ഇത് ഡോക്ടറുടെ മകളാണെന്നാണെങ്കിലോ വഹാദിഹി ബിൻതു തൊബീബിൻ, വഹാദിഹി ബിൻതു തൊബീബിൻ. ശരി, ഇനി മുദർരിസിലേക്ക് നമ്മൾ അലിഫ്ലാം ചേർത്ത് പറയുകയാണെങ്കിലോ ഹാദബിനുൽ മുദർരിസി, ഹാദബിനുൽ മുദർരിസി, വഹാദിഹി വഹാദിഹി ബിൻതു ത്വബീബി, ബിൻതു ത്വബീബി. അപ്പോൾ അലിഫ്ലാം ചേർത്ത് അങ്ങനെയും പറയാം. അലിഫ്ലാം ഇല്ലാതെയാണെങ്കിൽ ഹാദബിനു മുദർരിസിൻ വഹാദിഹി ബിൻതു ത്വബീബിൻ. അധ്യാപകൻ്റെ മകൻ, അധ്യാപകൻ്റെ മകൻ പള്ളിയിലാണ്. ഇങ്ങനെ പറയാം, ഇബ്നുൽ മുദർരിസി ഫിൽ മസ്ജിദി. ഡോക്ടറുടെ മകൾ വീട്ടിലാണെന്ന് എങ്ങനെ പറയാം? വബിൻതു ത്വബീബി ഫിൽ ബൈത്തി. എന്തിനാണ് ഈ പ്രയോഗങ്ങൾ ഈ രൂപത്തിലൂടെ പറയുന്നത്? നമുക്ക് സെൻറ്റൻസുകൾ സ്വയം തന്നെ നമുക്കുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനിങ്ങനെ ഉത്തരം എഴുതാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഭാഷയിൽ ഇങ്ങനെ നമുക്ക് ഉയർച്ച സാധ്യമാകുന്നത്. ഇതാരാണ് എന്ന് ഒരു സ്ത്രീ വിഭാഗത്തെ എങ്ങനെ പറയും? മൻ ഹാദിഹി, മൻ ഹാദിഹി. ശരി, ഇത് മുഅദ്ദിനിൻ്റെ മകളാണെന്ന് എങ്ങനെ പറയാം? ഹാദിഹി മുഅദ്ദിൻ, മുഅദ്ദിൻ തന്നെ മുഅദ്ദിൻ അല്ലേ? മകൾ എന്നതിന് ബിൻത്ത്. വഹാദിഹി, ഹാദിഹി ബിൻതുൽ മുഅദ്ദിനി, ഹാദിഹി ബിൻതുൽ മുഅദ്ദിനി. ഇത് മുഅദ്ദിനിൻ്റെ മകളാണ്. അവളും ഡോക്ടറാണോ എന്നിങ്ങനെ ചോദിക്കാം. അഹിയ ഐലൻ ത്വബീബത്തുൻ, അങ്ങനെയല്ലേ? അഹിയ ഐലൻ ത്വബീബത്തുൻ. ശരി, അങ്ങനെയാണെങ്കിൽ അവനും അധ്യാപകനാണോ എന്നിങ്ങനെ ചോദിക്കുക. അവനും എന്നുള്ളതാണ്. അവൻ എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഹുവ. അമ്മ ചേർത്ത് നോക്കൂ. അവനും, ആ പ്രയോഗം ഓൾസോ എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കി, ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അഹുവ ഐലൻ, അഹുവ ഐലൻ മുദർരിസുൻ, അഹുവ ഐലൻ മുദർരിസുൻ. അല്ല, അവൻ എഞ്ചിനീയറാ. എങ്ങനെ പറയാ? ലാ ഹിയ ലാ ഹുവ മുഹന്ദിസുൻ,
ലാ ഹുവ മുഹന്ദിസുൻ. ഇത് ആരുടെ പേനയാണെന്ന് എങ്ങനെ പറയാ? ഖലമു മൻ ഹാദ അല്ലേ, ഖലമു മൻ ഹാദ എന്നല്ലേ പറയാ? ശരി, ഇതാരുടെ പുസ്തകമാണെന്ന് എങ്ങനെ പറയാം? കിതാബു മൻ ഹാദ, കിതാബു മൻ ഹാദ. ഇത് സലീമിൻ്റെ പേനയാണെന്ന് എങ്ങനെ പറയാ? ഹാദ ഖലമു സലീമിൻ, ഹാദ ഖലമു സലീമിൻ, ഹാദ ഖലമു സലീമിൻ. ഇത് ഉസ്താദിൻ്റെ പുസ്തകമാണെന്ന് എങ്ങനെ പറയാ? ഹാദ കിതാബു ഉസ്താദിൻ, ഹാദ കിതാബു ഉസ്താദിൻ. ബാഗിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, ഇത് ആരുടെ ബാഗാണെന്ന് എങ്ങനെയാണ് ചോദിക്കുക? ഹഖീബത്തു മൻ ഹാദിഹി. ഹഖീബത്ത് അത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം അവിടെ? ഹഖീബത്തു മൻ ഹാദിഹി എന്ന് പറയണം. ഇതാരുടെ ബാഗാണ്? ഇത് ടീച്ചറുടെ ബാഗാണെന്ന് പറയണം. എങ്ങനെയാ? ഹാദിഹി ഹഖീബത്തു മുദർരിസത്തിൻ, ഹാദിഹി ഹഖീബത്തു മുദർരിസത്തിൻ. ഇങ്ങനെ മലയാളത്തിലെ സെൻറ്റൻസുകൾ അറബിയിലേക്കാക്കാൻ, അറബിയിലെ സെൻറ്റൻസുകൾ മലയാളത്തിലേക്കും നമുക്ക് വിവർത്തനം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് കൂടെ നമ്മൾ പരിശോധിക്കുക. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭം വിജയിപ്പിക്കുമാറാവട്ടെ. കൂടുതൽ അറിവ് അറബി ഭാഷയിൽ അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.